മനഃപൂർവ്വമാണ്, മനഃപൂർവ്വം. മനുഷ്യൻ ക്ഷമിക്കണതിനൊക്കെ ഒരു പരിധിയുണ്ട്. മിക്കവാറും ഇങ്ങനെ പോണെങ്കിൽ ഞാൻ അവനെ കൊല്ലും കേട്ടാ. അപ്പൊ ചോദിക്കരുത് എൻ്റെ അടുത്ത് എന്തിനാണെന്ന്. അല്ലേ സ്വന്തം അളിയാൻ നന്നായി പോണതേ അവന് സഹിക്കണ്ട. എന്താണ് ഞാൻ അവന് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇത്ര എന്നെ എങ്ങനെ ദ്രോഹിക്കാൻ? എൻ്റെ നേതാവിനെ എന്നെ പറയാനൊന്നുമില്ല. അതെ, കുറെ നേരം ആന മതം പൊട്ടിയ പോലെ കിടന്ന് ഓടുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? മതം പൊട്ടോടി, എനിക്ക് മതം പൊട്ടും. നിന്റെ ആങ്ങളെ ഒരുത്തൻ കാണിച്ചു വെച്ചേക്കണ എന്താണെന്ന് അറിയാമോ? അറിയാമോടി നിനക്ക്? എൻ്റെ ജില്ലാ നേതാവിൻ്റെ വീട്ടിലെ അവൻ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല. അയാൾ ലക്ഷങ്ങൾ ചിലവാക്കി വീടും വെച്ചിട്ട് പാല് കാച്ചിന് ഡേറ്റും ബുക്ക് ചെയ്ത് വെച്ചേക്കാ. അതിനെ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് കാര്യമില്ല. ആദ്യം അവരോട് പൈസ എടുക്കാൻ പറ. എടി കാശൊക്കെ അടച്ചടി പോത്തെ. ഇതേ നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവൻ മനഃപൂർവ്വം ചെയ്തോണ്ടിരിക്കുക. തുടങ്ങി. ഇനി അവന്റെ വെക്കിട്ട് കയറിക്കോ. അവന്റെ പക്കത്ത് കയറടി. വേണ്ട അവനെ അതിന്റെ അടുത്ത് താമസിക്കുന്ന പല ആൾക്കാരെയും സ്വാധീനിച്ചിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ട് പരാതി കൊടുപ്പിച്ചേക്കാം. മഞ്ഞപ്പിത്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുന്നതെല്ലാം മഞ്ഞായിട്ട് തോന്നുന്നു. അതിന് എന്റെ ആങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മഞ്ഞപ്പിത്തം കയ അടിക്കാനും നോക്കിയിട്ട് കാര്യമില്ല ക്ലീറ്റോ. ആർക്കെങ്കിലും കറണ്ട് ഇല്ലെങ്കിൽ ഉടനെ എന്റെ ആങ്ങളെ പറയണ്ടേ? എടേ ഇത് ആർക്കെങ്കിലും അല്ല, എന്റെ ജില്ലാ നേതാവിന്റെ വീട്ടിലാണ് കറണ്ട് കൊടുക്കാത്ത. അത് തന്നെയാണ് പറഞ്ഞത് അവരോട് പൈസ അടയ്ക്കാൻ. പൈസ അടച്ചെന്ന് പറഞ്ഞില്ലേ? ഇത് പൈസ അടച്ചിട്ട് ഇവൻ തൊട്ടടുത്ത വീട്ടില് ഇനി അടുത്ത ആളാരാണെന്ന് അറിയാമോ പരാതി കൊടുപ്പിച്ചേക്കണേ? നിന്റെ നാത്തൂനുണ്ടല്ലോ ചമന്തി, അവളുടെ ബന്ധുക്കളെ കൊണ്ട്. പിന്നെ അവക്ക് അതാണല്ലോ പണി. അവക്കല്ലടി പണി. നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ അവൻ ചെയ്യിപ്പിച്ചേക്കുവാ. നിങ്ങൾക്ക് എന്താ ക്ലീറ്റോ, നിങ്ങൾ ഓരോ അന്ധവിശ്വാസമായിട്ട് ഇറങ്ങിക്കോ. അവൻ എന്തെങ്കിലും ചെയ്താൽ ഉടനെ അത് നിങ്ങൾക്ക് എതിരാന്ന് നിങ്ങൾ വിചാരിക്കണ എന്തിനാ? തങ്കം, ഇത് കളി വേറെയാണ്. എന്റെ രാഷ്ട്രീയ ഭാവി ആകെ തകരാറിലാവും ഇത്. എന്നാ പിന്നെ നിങ്ങൾ അവനോട് പോയി പറ. ഇതൊന്നുമില്ല, ഇവിടെ കിടന്ന് മനുഷ്യന്റെ അടുത്ത് തുള്ളാൻ. ഞാൻ പോയി പറഞ്ഞ അവൻ കേൾക്കൊന്നുമില്ല. എന്നാ പറയണ്ട, വേണ്ട അവിടെ ഇരുന്നോ. അതെ അതെ, നീ ഒന്ന് പോയി പറയടി. എന്തു പറയാ? അവനോട് പോയിട്ട് പറ, ഈ നേതാവിൻ്റെ വീട്ടിലെ കണക്ഷൻ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ. പ്രശ്നമൊന്നും ഉണ്ടാക്കല്. എനിക്ക് രാഷ്ട്രീയ ഭാവിക്ക് അത് ദോഷം ചെയ്യുമെന്ന് പറ. ക്ലീറ്റോന് തീരെ ബോധമില്ലേ ക്ലീറ്റോ? ഞാൻ പറയുമ്പോൾ ഉടനെ അവൻ കറണ്ട് എടുത്ത് കൊടുക്കാനായിട്ട് ഞാൻ അവിടുത്തെ ജോലിക്കാരിയാണോ? അതിന് KSEB നിയമങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ തങ്കം, ഇതിനേക്കാളും വലിയ KSEB എന്തെല്ലാം അഴിമതികൾ നടക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു പ്രശ്നവും ഇല്ല. ഇതേ ആ ജമന്തിയുടെ ബന്ധുക്കളുണ്ടല്ലോ, കനകം പറഞ്ഞാൽ കേൾക്കും. അവനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് ഒതുക്കിയിട്ട് കണക്ഷൻ ഒന്ന് ശരിയായി കൊടുക്കാൻ പറ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ അവനോട് പോയി ഒന്ന് പറയടി. ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പോവുള്ളൂ. മതി, ഈ ഒരു പ്രാവശ്യം പറയണം. ഇനി പറയരുത്. സത്യം എന്തൊരു ദുരിതാന്നാ ഞാൻ ആലോചിക്കണത്. പാർട്ടിക്കാർ മാറങ്ങോട്ട്. അതെ, സമ്മതിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ഒരാളിയെ വായിങ്ങട് കനക പോവാടാ. പോവാണ്. അയ്യോ, അത് ഭയങ്കര നേരത്തെയാണല്ലോ. നേരത്തെ ഒന്നുമല്ല, സമയമല്ലോ. ഭക്ഷണം കഴിച്ചില്ലേ നീ? ഭക്ഷണം കഴിക്കാതെ ഭയങ്കരമായിട്ട് കറുത്ത് കൊണ്ടിട്ടാ. നീ നിന്നെ ശ്രദ്ധിക്കണില്ല. എന്താ കാര്യം പറ. ഒന്നുമില്ല, വെറുതെ കാണാൻ വേണ്ടി വന്നതാ. വെറുതെ കാണാൻ വേണ്ടി വന്നതാ. തക്ലിമോളെ ഫീസ് അടച്ചില്ലേ? അയ്യോ, എനിക്ക് വേണ്ട. പിന്നെ അതൊന്നുമല്ല, ഞാൻ വെറുതെ നിന്നെ കാണാൻ വന്നല്ലേ. നീ 10-40 കൊല്ലമായിട്ട് പിന്നെ ഇവിടെ തന്നെ അല്ലേ ഉള്ളത്? നീ ആരെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അമ്മ വന്നോളൂ. നീ വന്ന് എന്താ ചുമ്മാ ഒന്ന് വന്നേ. എന്താണ് പറ. അതെ, വെയിലൊന്നും അധികം കൊള്ളരുത് കേട്ടോ. നീ വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോ. കാര്യമൊന്നുമില്ല. എന്താ പറയടി എന്താണെങ്കില്. ക്ലീറ്റ ഭയങ്കര വിഷമത്തിലാടാ. അയ്യോ, എന്താ കാര്യം? നീയാ കാരണം. ഞാനോ? ഞാനെന്ത് ചെയ്തു? അയ്യോ, ഓരോന്ന് മനഃപൂർവ്വം ചെയ്തു വെക്കല്ലേ ആ പാവത്തിന് ഉപദ്രവിക്കാൻ. ഞാൻ ഇപ്പൊ എന്താ ചെയ്തതെന്ന്? നീ ഒന്നും ചെയ്തില്ല അല്ലേ? നിക്ക്. എന്താ കാര്യം എന്ന് വെച്ചാ നീ പറയണ്ട. എനിക്ക് സമയം വൈകി, പോവാ നേരായി. നീ ക്ലീറ്റോ ആയത് കാരണമല്ലേ ക്ലീറ്റോന്റെ സാറിന് കറണ്ട് കൊടുക്കാത്തത് മനഃപൂർവ്വം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ജോലി കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട കേട്ടാ. അപ്പൊ എനിക്ക് അവിടെ സമാധാനമായിട്ട് കിടക്കണ്ടേ കനക? ഞാനതിന് എന്താ ചെയ്യാന്ന്? എനിക്ക് അവരുടെ കൺസേൺ മേടിച്ചിട്ട് അവർക്ക് കണ്ടു കൊടുക്കാൻ പറ്റുമോ? എന്ത് കൺസേൺ? എടി ഇതാ എന്താ ജില്ലാ നേതാവിന്റെ പേരെന്താടാ? സേവിയർ. ഈ സേവിയറിന് കറണ്ട് കിട്ടണമെങ്കിൽ 3-4 പേരുടെ വളപ്പിലൂടെ വേണം അവന് ലൈൻ കൊണ്ടുപോവാൻ. കൊണ്ടുപോകണം. അവരുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ലൈൻ ഉണ്ടാവും? അവിടെ എങ്ങനെ പെർമിഷൻ കിട്ടുന്നു? അവിടെയൊക്കെ നിന്റെ ആൾക്കാരല്ലേ ഇരിക്കണേ ഈ 4 പേര്.
എന്നെ നോക്കി പേടിപ്പിക്കണ്ട. നിന്റെ ജമന്തിയുടെ വീട്ടുകാരല്ലേ അവിടെ ഈ സമ്മതം കൊടുക്കാത്തത് നീ പറഞ്ഞിട്ടല്ലേ? കറണ്ട് കൊടുക്കാത്തത് ക്ലീറ്റസിനല്ലോ, അവന്റെ ഏതോ ഒരു തുക്കട നേതാവിനല്ലേ. സാറിന് സൗകര്യമില്ല. കണ്ടാ, ഇത് നീ മനഃപൂർവ്വം ചെയ്യണമെന്ന് ഇതാ ഞാൻ പറയണത്. അംഗം, ഇത് മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതല്ലാന്ന്. അതെനിക്കറിയാം. ഇത് ആ ആളുകളുടെയൊക്കെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാലേ ആ സ്ഥലത്തൂടെ ലൈന് വലിച്ചു കൊണ്ടുപോകാൻ പറ്റൂ, എന്നാലേ അവർക്കത് കിട്ടൂ. പെർമിഷൻ മേടിക്കാൻ നീ സമ്മതിക്കൂല. ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ? നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിൾ ആയിട്ട് ശരിയാക്കാൻ പറ്റും. നീ വിചാരിക്കില്ല. എടി മന്ദത്തെ, ഞാൻ വിചാരിച്ച ഇത് നടക്കില്ലെന്ന്. നടക്കും. നിനക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാ. എന്തൊരു കഷ്ടം. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ ചെയ്യാൻ നിൽക്കരുത്. അമ്മ ഈ സാധനത്തിൽ ഒന്ന് വിളിച്ചോണ്ട് പോ. അമ്മ തങ്ക പോ. തങ്കം, എന്തിനാണ് പല്ലവന് കാല് പിടിക്കാൻ പോകുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എന്റെ ആവശ്യമില്ലെന്ന്. ക്ലീറ്റസ്, അവരുടെ കൺസേൺ ഇല്ലാണ്ട് ഈ പരിപാടി നടക്കില്ല ഞാൻ എന്നോട് പറഞ്ഞല്ലേ. പിന്നെ നീ ഇവിടെ കരയാൻ പറഞ്ഞ എന്റെ മുമ്പിലേക്ക്. ചേടാ, നീ കൂടുതൽ ആളാവരുത്. നീ വിചാരിച്ച് നിനക്ക് മേളിൽ വേറെ ആരും ഇല്ലെന്നാ. ക്ലീറ്റസ് ഒരു ഫോൺ കോൾ മതി ഇതെല്ലാം സാധിക്കാൻ. എന്നാ പിന്നെ നിനക്ക് ആ ഫോൺ അങ്ങ് ചെയ്താ പോരെ? ഇവൾ എന്റെ മുമ്പിലേക്ക് കരയാൻ പെടണ വേണോ? വേണോടാ? ചേടാ കയറി പോടാ. നീ മാമക്കളാ നീ. മക്കള് ഉമ്മായിരുന്ന കൊച്ചിനെ അതും ഇതും പറഞ്ഞ് കരയിപ്പിച്ചിട്ട് അവന്റെ വിചാരം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അവന്റെ ശരീരത്തിൽ നിന്നാണെന്ന്. നീ വണ്ടി വിട്ടെ. നേരം വിളിച്ചാൽ പോ തന്നെ ഓരോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മോളിഞ്ഞു വാ. എന്ത് ചെയ്യണമെന്ന് ഈ ക്ലീറ്റോയ്ക്ക് അറിയാം. അല്ല ആ ക്ലീറ്റസ് പറഞ്ഞ കേസ് ഒന്ന് ചെയ്തു കൊടുത്തൂടെ? നീ ഈ ക്ലീറ്റസിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിനാണ്? അത് നടക്കൂലെന്ന് അവിടെ പറഞ്ഞല്ലേ. എടേ 3-4 പേരുടെ വളപ്പിലൂടെ വേണം ആ ലൈന് വലിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം അവരുടെ പെർമിഷനൊക്കെ വാങ്ങിച്ചു വരട്ടെ. അതില് മറ്റേ 2 വീട്ടുകാരെ അവര് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം മറ്റേ ജമന്തിയുടെ എന്തോ ബന്ധുവല്ലേ, നീ പറഞ്ഞ അവര് സമ്മതിക്കുന്ന പറഞ്ഞത്. അവരോട് ഞാൻ പറയില്ലല്ലോ. അതാ കുഴപ്പം. എന്തിനാ ഞാൻ പറയണത്? അല്ല, വെറുതെ രാഷ്ട്രീയക്കാരെ വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളെ കൊണ്ട് ആയ കാര്യം ചെയ്തു കൊടുത്തൂടെ? അതൊക്കെ അവര് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണോ? ഇതിപ്പോൾ അവനാണെങ്കിലും ഓക്കെ, അവൻ്റെ ഒരു കാര്യത്തിനാണെങ്കിൽ ഞാനിത് എന്ന് പറയും, അവർ ചിലപ്പോൾ അത് സമ്മതിച്ചെന്ന് വരും. ഇത് ഇവൻ്റെ ഏതോ ഒരു നേതാവിന് വേണ്ടിയിട്ട് എന്തിനാ ഞാൻ പോയി പറയാൻ നിൽക്കണത്? പിന്നെ വല്ലതും ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കൃഷിയാക്കി മാറ്റുക. അതിൻ്റെ കാര്യമില്ല. ഞാൻ എത്തിയിട്ടുണ്ട്. ഹലോ, അതെ, കുഴപ്പമില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറിനകത്ത് എല്ലാം റെഡിയാവും. ഇല്ലല്ലേ, കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓഫീസിൽ നിൽക്കുക. ശരി. നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ഞാനൊരു സിനിമ കാണാൻ വന്നതാ. എന്നാ പോയി കാണു. ഉണ്ടോ? സിനിമയുടെ പേര്? ഓ, തമാശക്കാരന്മാര്. ഉണ്ടോന്ന്? ഉണ്ടെങ്കിൽ ഒന്ന് കാണണം. ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂല. അത് പറയാം. നീ ആരടാ? നീ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ. ഞാനേ ഇവിടുത്തെ ഉപഭോക്താവാണ്. എനിക്ക് എപ്പോ വേണേലും കാണാനുള്ള അധികാരമുണ്ട് കേട്ടോ. ക്ലീറ്റസ്, നീ കളിക്കാൻ നിൽക്കല്ലേ. എന്നാലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ പറഞ്ഞിട്ട് വരാം. നിന്നെ കൊണ്ട് സാധിച്ചിട്ട് എനിക്കിനിപ്പോ കാണണമെന്നില്ല. എനിക്കറിയാം നേരിട്ട് പോയി കാണാൻ. അവിടെ ഒരുപാട് ജോലി ഉണ്ടെന്ന്. ക്കുള്ള ആ ജോലിയുടെ ഭാഗം തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ സന്ദർശനവും. അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊടുക്കാനുള്ള കമ്പിയും ഇതൊക്കെ എടുത്ത് വെച്ചോ, നമുക്ക് ഉടനെ വലിക്കേണ്ടി വരും. അങ്ങേര് ഭയങ്കര ചൂടനാണ്, ഞാൻ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. അത് ഞാൻ നോക്കിക്കോളാം. ഇവിടെ വെച്ചേ. അവിടെ ഉണ്ട്. ഇരുന്നോ. ഞാൻ ഫയൽ എടുക്കാൻ വേണ്ടി എണീച്ചതാ. അതെയോ? ഇല്ല, ഞാൻ നമ്മുടെ സാറിന്റെ മുന്നിൽ ഇരിക്കുവാണേ. ഒന്നുമില്ല. എല്ലാം ഇപ്പൊ കഴിയും. സാറ് നമ്മുടെ സ്വന്തം ആളാ. അച്ഛൻ ഇനിയിപ്പോൾ സംസാരിക്കൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചോളാം അച്ഛാ. പിന്നെ സാറേ ഇപ്പോൾ സ്ഥലം മാറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. ഒന്നുമില്ല, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ശരി അച്ഛാ. കഴിഞ്ഞിട്ട് വിളിക്കാം. പറയാം, അന്വേഷിച്ചെന്ന് പറയാം. ഞങ്ങളുടെ ജില്ലാ നേതാവാ സേവിയർ അച്ചായൻ. അച്ഛൻ അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞേ. സന്തോഷം. അച്ഛൻ്റെ ഒരാവശ്യമായിട്ടാണ് ഇപ്പം ഞാൻ വന്നേക്കണേ. ഒന്നുമില്ല, അച്ഛൻ ഒരു ചെറിയ വീട് വെച്ചു. അപ്പോൾ അതിൻ്റെ പാല് കാച്ചാനായിട്ട് എല്ലാം ഓക്കെ ആക്കി വെച്ചേക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കണക്ഷൻ ഇവിടെ ഒന്ന് റെഡിയാക്കി കിട്ടിയാൽ. അപേക്ഷ കൊടുത്തു. പിന്നെന്താ കിട്ടാത്ത? അല്ല, അതാണ് എന്തോ തടസ്സം ഉണ്ടെന്നും പറഞ്ഞാണ് ഇവരിങ്ങനെ മാറ്റി നീട്ടി കൊണ്ടുപോകുന്നത്. എന്നാ അപേക്ഷ കൊടുത്തത്? അപേക്ഷ കൊടുത്തിട്ട് ഏതാണ്ട് 2 മാസമായി സാറേ.
ഞാൻ ഇതിൻ്റെ ഫയൽ നമ്പർ എൻ്റെ തന്നായിരുന്നു. ആ അതെ. കൃഷ്ണ ഈ ഫയൽ ഒന്ന് എടുത്ത്. സംഭവം ലക്ഷങ്ങൾ മുടക്കി വീട് വെച്ചിട്ട് താമസിക്കാൻ പറ്റാതിരിക്കാന്ന് പറഞ്ഞാലേ ആ എത്ര ലക്ഷം വീട്? ഏതാണ്ട് ഒരു 10-75 ലക്ഷം രൂപ. ഒരു ചെറിയ വീട് വെക്കണം അത്രയാവും. അല്ല അതിലും മുകളിലോട്ടായി. പിന്നെ ഈ കണക്കുകൾ പറയുമ്പോൾ നമ്മൾ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ആ ഇല്ലേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പാസ്സാക്കി വിട്ടാണല്ലോ. ആണോ? പിന്നെ അല്ല എന്നിട്ട് പിന്നെ എന്താണ് സാറേ കണക്ഷൻ തരാത്തത്? എന്നിട്ട് പിന്നെ എന്താ കിട്ടാത്തത്? ആ ഇത് വേറെ ഒന്നുമില്ല സാറേ, ഞാൻ ഉറപ്പിക്കുക വ്യക്തി വൈരാഗ്യം. ആർക്ക്? ഇവിടെ ഒരു ലൈൻമാൻ ഉണ്ടല്ലോ കനകൻ, എൻ്റെ അളിയനാ. ആ ഞങ്ങൾ തമ്മിൽ അത്ര നല്ല സുഖത്തിലല്ല. അങ്ങനൊന്നും വരാൻ വഴിയില്ലെന്ന്. ഇത് കരയാനെന്ന് വിളിച്ചേ. ഇതാണ് സാറേ, ഇത് അത് തന്നെ സംഭവം. അല്ലാതെ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കണക്ഷൻ കൊടുക്കാൻ വയ്യാത്ത? കൺസേൺ ഒക്കെ ആരുടെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു? എല്ലാ കൺസെന്റ് ഒക്കെ ഉണ്ടല്ലോ അതില്, ഇല്ലേ സാറ് നോക്കിയാൽ കൺസെന്റ് ലെറ്റർ ഒക്കെ ഉണ്ടല്ലോ. കനകേട്ടാ ആ ഏയ് വിളിക്കുന്നു. അയ്യോ അതിപ്പോൾ ക്ലീറ്റസ് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവോ? ചെന്ന് നോക്ക് ചെല്ലു. അല്ല നീടോ ഞാനില്ല അല്ല ചെല്ലു. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല സാറേ. ഇങ്ങനെ എന്താ സാറേ? കനക നമ്മളിത് പാസ്സാക്കി വിട്ടതല്ലേ കഴിഞ്ഞ ദിവസം. 3 പേരുടെ കൺസേൺ ലെറ്റർ ഉണ്ട്, ബാക്കി എല്ലാ പേപ്പേഴ്സും ഉണ്ട്. എന്താണ് പിന്നെ തടസ്സം ഇത് കണക്ഷൻ കൊടുക്കാൻ? സാറേ അതിൽ കൺസേൺ ലെറ്റർ മുഴുവനില്ല. 3 പാർട്ടികൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി ഒരു പാർട്ടി തരാനുണ്ട്. വേറെ ആളുകളുണ്ടോ? അവരെന്താ കൺസേൺ? അവരുടെ 4 പേരുടെ വളപ്പിലൂടെ എങ്ങാണ്ട് വേണം ഇതിന്റെ ലൈൻ വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ. മാത്രമല്ല അവര് പരാതി തന്നിട്ടുണ്ട്. ഇപ്പം അപ്പൊ അവരുടെ കൺസേൺ ഇല്ല. എന്റെ സാറേ അവർ വാക്കാൽ എന്നോട് സമ്മതിച്ചാണ്. ഇത് ഇവൻ അവരെ കൊണ്ട് മനഃപൂർവ്വം പരാതി കൊടുത്തിരിക്കുക. ക്ലീറ്റസേ വാക്കാല് സമ്മതിക്കുന്നത് കല്യാണ നിശ്ചയമൊന്നുമല്ല. ഇത് KSEB ഓഫീസാണ്. ഇവിടെ ചിട്ടപ്രകാര കാര്യങ്ങൾ നടക്കൂ. അറിയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് പറയരുത്. വേണ്ട ചിട്ടവും നിയമം നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടാ. നിങ്ങൾ എല്ലാ നിയമത്തിലെ വഴി കൂടെ ആണോ ചെയ്യുന്നത്? പിന്നല്ലേ നീ ഒരു കാര്യം ചെയ്യും, അവരുടെ കൺസേൺ ലെറ്റർ വാങ്ങിച്ചോണ്ട് പോവാ. അപ്പൊ നമുക്ക് കണക്ഷൻ തരാം, ഒരു പ്രശ്നമില്ല. അതെ, നിങ്ങൾ കൺസേൺ ലെറ്റർ വാങ്ങിച്ചോണ്ടെന്നാൽ തീർച്ചയായിട്ടും കണക്ഷൻ തരാമല്ലോ. അതെ സാറേ, അപേക്ഷിക്കുന്നവരാരെ ഉപേക്ഷിക്കുന്ന സ്വഭാവം ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന് ഇല്ല. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിപ്പോ ഇവന്റെ ഒറ്റ നിർബന്ധത്താലാണ് ഈ കണക്ഷൻ തരാത്തത്. അങ്ങനെ നിർബന്ധം ഉണ്ടോ? സാർ ഉണ്ട്. ഇവന്റെ ഭാര്യയുടെ ബന്ധുക്കളാണ് ആ ആൾക്കാർ. അവരെ ഇവൻ സ്വാധീനിച്ച് ഇത് മനഃപൂർവ്വം എന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തോ എന്നെ പൊന്ന് സാറേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവന്റെ ഏതോ ഒരു നേതാവിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് അവരെ കാല് പിടിക്കാൻ? ജില്ലാ നേതാവാണ് ഞങ്ങളുടെ. എന്റെ ജില്ലാ നേതാവ് ഓഫീസാണ്, മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. ഇതുപോലെ പല ഓഫീസും ഞാൻ കണ്ടിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അത് പോയി ചെയ്യത് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട. താങ്കളൊന്ന് ഇരിക്കൂ. അതെ സാറേ, സാറിന് കണക്ഷൻ കൊടുക്കാൻ പറ്റൂല്ലയോ? പറ്റും. അതറിഞ്ഞാൽ മതി എനിക്ക്. പക്ഷെ കൺസേൺ ലെറ്റർ കിട്ടണം. സാർ ഒരുപാട് ചൊറിഞ്ഞ വർത്താനം പറയുന്നു. എന്താണ് സാറേ ഇത്? സാറിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. എടാ എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് സാറന്മാരെ കണ്ടതാ കേട്ടാ. സാറേ ഇതൊക്കെ മോശമാണ്. ഒരു പീറ ലൈൻമാന്റെ വാക്കും കേട്ട് സാർ ഇതിനെതിരെ പ്രവർത്തിച്ച സാർ ഇനി ഇവിടെ നിന്ന് ഓടേണ്ടി വരും. ചട്ടപ്രകാരം കണക്ഷൻ സാറ് ചട്ടവും കുട്ടുമൊന്നും എന്റെ അടുത്ത് പഠിപ്പിക്കണ്ട. ഇത് എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. നിങ്ങളെയൊക്കെ സഹായം ഇല്ലാതെ കണക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് ക്ലീറ്റസ് കാണിച്ചു തരാം കേട്ടാ. സാറേ നോക്കിയിരുന്നോ? സ്വന്തമായിട്ട് KSEB ഓഫീസ് ഓടാൻ പോവാണ്. എന്റെ ക്ലീറ്റസ് സിനിമ കണ്ട? പിന്നെ ഭയങ്കര സിനിമയായിരുന്നു. ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ എന്തായിരുന്നു അറിയാമോ? എടാ നീയൊക്കെ ഈ തുക്കട ഓഫീസിനകത്ത് നടക്കുന്ന സിനിമയെ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ രാഷ്ട്രീയക്കാർക്ക് പുറത്തൊരു ലോകമുണ്ട്. അവിടെ നല്ല ത്രില്ലർ സിനിമകൾ നടക്കാറുണ്ട്. പിന്നെ ഭയങ്കര സിനിമ അവിടെ. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ഓർത്തോ, നീയൊക്കെ കൂടെ വേദനിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ജില്ലാ നേതാവിനെയാണ്. അതിന്റെ ഭവിഷ്യത്തിൽ എല്ലാം അനുഭവിക്കും. ഒന്ന് പുളുവടിക്കേണ്ട പോന്റെ ക്ലീറ്റസ്. എടാ നിന്റെ ഈ AE ഉണ്ടല്ലോ, 24 മണിക്കൂറിനകം അയാൾ ആ കസേരന്ന് ഞാൻ മാറ്റി കാണിച്ചു തരാം. അയാള് ചായ കുടിക്കാൻ തോന്നുമ്പോ മാറിക്കോളൂ. ചാർലി ചാപ്ലിന്റെ കൊച്ചുമാനെ നീ കൂടുതൽ തമാശ പറയല്ലേ കേട്ടാ. വലിയ തമാശക്കാരൻ വന്നേക്കണ്. എന്റെ പൊന്നളിയ, നിനക്ക് ഈ വേഷം ചേരൂല. നീ ഇതെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വേറെ വല്ല വേഷം എടുത്തണി. ഇതൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പോവും. പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ത്രാണി വേണം, അതിനുള്ള ശേഷി വേണം. അതില്ലാത്ത ഇതിന് മെനക്കെടരുത്. ഈ വേഷം ഇട്ടുകൊണ്ട് ക്ലീറ്റസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരാം. ഞാൻ ഇത്രയും നാളൊന്നും ചെയ്യാതിരുന്നത് നീ എന്റെ അളിയനാണെന്നുള്ള ഒറ്റ പരിഗണനയില്ല. ഇനി ഞാനത് നോക്കൂല. പിന്നെ എടാ, എന്റെ അളിയനാവാൻ വേണ്ടി ഞാൻ നിന്റെ പിന്നാലെ വന്നൊന്നും അല്ലല്ലോ.
നീ എന്റെ അളിയനാകാൻ വേണ്ടി വലിഞ്ഞു കയറി വന്നതല്ലേ? എടാ പടിഞ്ഞു കയറി വന്നെങ്കിൽ എന്ത് നിന്റെ പെങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കില്ലടാ. പിന്നെ അവള് രാജകുമാരിയെ പോലെയല്ലേ ജീവിക്കണത്. അവിടെ ആയുസിന്റെ ബലം അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കണത്. അവക്കുള്ള ഒരു പോരായിക നീ അവളെ ആങ്ങളെ ഒറ്റ എടുത്ത് അടുത്ത് കിടക്കണം എന്നുള്ളത്. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ഇവിടെ വന്നിട്ടുള്ള കസർത്ത് മതി. മര്യാദയ്ക്ക് പോ. പിന്നെ വേണ്ട, ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. എനിക്കിനി ഇങ്ങനെ ഒരു അളിയനില്ല, നിനക്കും അങ്ങനെ തന്നെ ആയിക്കോ. സന്തോഷം. കനകൻ രക്ഷപ്പെട്ടേ. രക്ഷപ്പെട്ട്. പിന്നെ നമ്മളെല്ലാം പറഞ്ഞു തീർക്കുമ്പോൾ ഇത് ബാക്കി ഇടാൻ പാടില്ലല്ലോ. ഒരു 2000 രൂപ ഞാൻ നിനക്ക് തരാനുണ്ട്. അതും കൂടെ തീർന്നാൽ നമ്മളെല്ലാ ഇടപാടും ക്ലോസ്. 2000 അല്ലല്ലോ, പലപ്പോഴുമായിട്ട് ഒരുപാട് സംഖ്യ വാങ്ങിയിട്ടുണ്ടല്ലോ. അതെ, എൻ്റെ കണക്കിൽ ഇപ്പോൾ 2000 രൂപ ബാക്കിയുള്ളൂ കേട്ടോ. ഇതങ്ങോട്ട് പിടിക്കുക, നമ്മളെ ബന്ധം അങ്ങോട്ട് അവസാനിപ്പിക്കണമൊന്നുമല്ല. ഈ പൈസ നീ പിടിച്ചിട്ട് ഇനി നാളെ പറയരുത് ക്ലീറ്റോ എൻ്റെ അളിയൻ അയ്യോ അവൻ എനിക്ക് ഇത്ര തരാനുണ്ടെന്ന്. അതുകൊണ്ട് ശരി, നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കും. എന്തിന്? എന്ത്? നിനക്ക് ഞാനൊരു 1000 രൂപ തരാനുണ്ട്. അത് നീ തന്നല്ല. ഇല്ല, തന്നില്ല. തന്നേ? ഞാൻ തന്നില്ല എന്ന് എനിക്കറിയാലോ, വാങ്ങിയത് ഞാനല്ലേ. നീ വാങ്ങിയില്ല. ഞാനില്ല കനക. ഞാൻ കൊടുത്തോ. ഈ 1000 രൂപയ്ക്ക് നീ ചിലപ്പോ എനിക്ക് 1 ലക്ഷം രൂപയുടെ മാനക്കേട് ഉണ്ടാക്കിക്കും. അത് വേണ്ട. എനിക്ക് നീ തരാനില്ല. വെച്ചോ. അല്ല, എന്താ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ കാണാം. കാണാം. അവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അവിടെ കാണും, പക്ഷെ നിങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടോ. എന്തിന്റെ കേടാണ്? അവന് എന്തോ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, അതാണ്. അല്ല, ഇങ്ങനെ കൊണ്ടൊന്ന് വിതരണം ചെയ്യൂല. ഇങ്ങനെ കൊണ്ടൊന്ന് വിതരണം ചെയ്യൂല, മറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോ നമ്മളെ കൊണ്ട് വേറെന്തെങ്കിലും പ്രയോജനം മുന്നിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലാതെ എന്തിനാണ് ഈ പൈസ തരണത്? എനിക്ക് പൈസ തരാനൊന്നുമില്ല. ഇതെന്തൊരു ക്ലീറ്റസ് ഒക്കെ 1000 രൂപ തരാന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കാൻ പോണ. എന്തേലായിട്ട് കിട്ടണ വാങ്ങിച്ചു. ഞാൻ അതിന്റെ രീതിക്കെല്ലാം ചെയ്തിട്ടുണ്ടോ ചായോ? ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല ചായ. അച്ചായൻ പറഞ്ഞു തന്ന അതേപോലെ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്തേക്കണേ. ഇല്ല ചായ, ഇല്ല. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഓ ശരിയാ ചായ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മനസ്സിലായില്ലേ? നോട്ട് ഇനി നിന്റെ കയ്യിൽ നോട്ടുണ്ടാകും. ഇവൻ ചെയ്ത തമ്മാടിത്തരം എന്താണെന്ന് അറിയാൻ ചോദിച്ചു നോക്ക്. എന്താടാ? ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ. ചെയ്തില്ലേ? അത് പിന്നെ അമ്മ, ഇവരെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ നോട്ടിൽ പൊടിയിട്ട് ഇവരെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു. അമ്മ, കൈക്കൂലി കേസിൽ ഞങ്ങളെ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിനോഫ്തിന് പുരട്ടിയിട്ടുള്ള നോട്ട് ഞങ്ങളുടെ 2 പേരുടെ കയ്യിൽ വെച്ച് തന്നു അമ്മാവേ. ഇതെങ്ങാനും വിജിലൻസ് ഞങ്ങളെ പിടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടാവില്ലമ്മ. ജോലി തെറിച്ചു പോകും. മണ്ണ് വാരി തിന്നേണ്ടി വരും. മണ്ണ്. എന്തോ ഭാഗ്യത്തിന് തങ്കം കൃത്യമായിട്ട് ഫോൺ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ രക്ഷപ്പെട്ടത്. എന്താ എന്നെ നോക്കി പഠിപ്പിക്കണേ? എന്നെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇവിടെ കിടന്ന് വെട്ടിക്കുത്തോ തമ്മിത്തല്ലി ചാവോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇത് അതെല്ലാം കഴിഞ്ഞ് വീടിന് പുറത്തായി. അത് അവന്റെ ജീവിതം വെച്ചിട്ടുണ്ട്. അതിനൊന്നും കൂട്ടി നിൽക്കാൻ എനിക്ക് പറ്റൂല. അവനെ എനിക്ക് ആകെ കൂടി ഉള്ളൊരു കൂടപ്പറപ്പ്. അവനെ അങ്ങനെ ബുദ്ധിമുട്ട് വരാൻ ഞാൻ സമ്മതിക്കൂല. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് ഇത് രണ്ടിലൊന്നും അറിയണം. ഇന്ന് തന്നെ നീ ഇവിടെ ഇറങ്ങണം. നിനക്ക് വേണമെങ്കിൽ നീയും പോയിക്കോ. എന്തായാലും മനുഷ്യന് സമാധാനം വേണ്ടേ? അമ്മ, അറിയാതെ ഒരു അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. Alien versus Alien.